ഡിസേബിൾഡായ ആളുകൾക്കുള്ള ഒരു മേളയാണ്. നമ്മുടെ ഇന്ത്യ ഗേറ്റിൽ വെച്ചിട്ടാണ് ഈ പരിപാടി നടക്കുന്നത്. ഓക്കെ, ഇവിടെ വന്നപ്പോൾ അതൊന്ന് എടുക്കണം തോന്നി. അവർക്ക് വേണ്ടിയാണ് ഈ മേള നടത്തുന്നത്. വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഡൽഹിയിൽ വന്നപ്പോൾ നമ്മൾ ഒരു മേള കണ്ടു. ഡിസേബിളായ ആളുകൾക്കുള്ള മാത്രമുള്ള ഒരുപാട് സ്റ്റോളുകൾ ഇവിടെ ഉണ്ട്. അവർക്ക് അവർ സ്വയം പര്യാപ്തം നേടി സ്വയം തൊഴിൽ കണ്ടെത്തലായിട്ടുള്ള അവരുടെ കരകൗശല വിരുദ്ധ സംഗതികളൊക്കെ നടത്തുന്ന ഒരു സംഭവമാണ്. അതിന് ഇവിടുത്തെ ഗവൺമെൻറ് ഫ്രീ ആയിട്ടാണ് സ്റ്റാൾ കൊടുക്കുന്നത്. വഴിയാണ് ഇവിടെ വന്നപ്പോൾ യാദൃശ്ചികമായി കേരളത്തിൽ നിന്നും നമ്മുടെ ചേട്ടൻ പേരെന്താ പറയുക? ഹരീഷ്. പ്രിയ വൈഫാണ്. ഓക്കെ, ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഇതിപ്പോ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ദിവ്യ കലാമേള എന്ന് പറഞ്ഞാൽ. എല്ലാ സ്റ്റേറ്റുകളിലും നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾക്കിപ്പോ നല്ലൊരു അവസരമാണ് ഇപ്പൊ ഗവൺമെന്റ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഫുൾ ഫ്രീ ആണ്. നമുക്കിവിടെ ഈ സ്റ്റാള് ഫ്രീ ആണ്. നമുക്ക് ഇവിടെ വരാനുള്ള ചെലവ്, ഇവിടെ താമസിക്കാനുള്ളത് എല്ലാം നമുക്ക് അവര് ചെയ്തു തരുന്നതാണ്. നമുക്ക് ഇവിടെ പ്രോഡക്റ്റ് കൊണ്ടുവന്ന് ഡിസ്പ്ലേയിൽ മാത്രമാണ് നമ്മൾ സെയിൽ ചെയ്യുക. അപ്പൊ അതിന് നമുക്ക് ഓൾ ഇന്ത്യ ലെവൽ, ഇതിപ്പോ ഇന്ത്യ ഗേറ്റിന്റെ അടുത്താണ്. അപ്പൊ ഓൾ ഇന്ത്യ ലെവലിൽ എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പൊ അത്രയും ആളുകൾ ഇവിടെ വരുന്നതാണ്. അത്രയും നല്ല രീതിയിൽ സെയിൽ കിട്ടുന്നുണ്ട്. ഇതിപ്പോ കേരളത്തിൽ നിന്ന് നമ്മൾ മാത്രമാണ് വന്നിട്ടുള്ളത്. കേരളത്തിൽ ഇങ്ങനെ സംഭവമല്ലേ? കേരളത്തിൽ ഇത് ഇതുവരെ നടന്നിട്ടില്ല. പക്ഷെ നമുക്ക് ഇവിടെ ഭിന്നശേഷി കോർപ്പറേഷൻ ഉണ്ട്. ഭിന്നശേഷി കോർപ്പറേഷൻ വഴിയാണ് ഞാൻ അപ്ലൈ ചെയ്തത്. പക്ഷെ ഭിന്നശേഷി കോർപ്പറേഷന്റെ സൈറ്റിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പക്ഷെ ഇത് അധികം ആർക്കും അറിയുന്നില്ല. കാരണം അധികം പേര് അപ്ലൈ ചെയ്യുന്നു. പല സ്റ്റേറ്റിൽ നിന്നും ഇതുപോലുള്ള ആളുകളും എത്ര എനർജറ്റിക്കൽ അവർ വരുന്നത് അറിയാം. സന്തോഷമാണ് അവർക്ക്. നല്ല രീതി. കാരണം ഇവിടെ ഒരുപാട് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ തന്നെ ചെയ്യുന്ന പ്രോഡക്റ്റുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. അത്രയും വെറൈറ്റീസ് ആയിട്ടുള്ള കഴിവുകളെ പുറത്തേക്ക് വരാനുള്ള നല്ലൊരു അവസരമാണ് ഇവിടെ. നമുക്ക് എന്റെ ഹരീഷ് സാധനങ്ങൾ വാങ്ങിച്ചു. സന്തോഷത്തിന് വേണ്ടിയിട്ട് നല്ല അടിപൊളി സാധനമുണ്ട്. നല്ല ചിപ്സ്, ചക്കന്റെ ചിപ്സുകള് എല്ലാം ഉണ്ട്. വെറൈറ്റി നമ്മളെ സാധനമുള്ളത് കായ വറുത്താണ്. ഓക്കെ, കേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഓക്കെ, നാട്ടില് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇന്ത്യക്കാർക്ക് നമ്മുടെ നാട്ടിനെ പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു വലിയൊരു അവസരമാണ്. വ്യത്യസ്ത സംസ്ഥാനങ്ങൾക്ക് നാട്ടിലെ നല്ല സാധനങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വലിയ നമ്മുടെ കേരളത്തിലെ കുറച്ച് വിഭവങ്ങൾ പരിചയപ്പെടുത്തിക്കാറുള്ളത്. അതെ, നമുക്ക് നല്ല സ്വീകാര്യത കിട്ടുന്നുണ്ട്. കാരണം കേരളത്തിലെ വിഭവങ്ങൾക്ക് ഇവിടെയുള്ളവർക്ക് നല്ല താല്പര്യമുണ്ട്. പിന്നെ ഇവിടെ വരുന്നവർ തന്നെ പറഞ്ഞേക്കാം നമ്മുടെ കേരളത്തിലേക്ക് വരാൻ ഭയങ്കര താല്പര്യമുണ്ട്. ഇങ്ങനെ ഒരു മേള കേരള ഗവൺമെന്റ് നടത്തുകയാണെങ്കിൽ വലിയ വിജയമായിരിക്കും അല്ലേ? ഇത് കേരളത്തിൽ നടത്തണം എന്നാണ് ഞങ്ങളുടെ ഒരു ഇത്. അത്രയും നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പേർക്കുള്ള ഒരു അവസരമാണ്. അതുപോലെ നമ്മുടെ നാട്ടിലേക്ക് പുറമെന്ന് എത്രയും ഡിസേബിൾ ആയിട്ടുള്ള ആളുകൾ വന്ന ഒരു മേള സംഘടിപ്പിക്കുമ്പോൾ നമ്മളുടെ അവിടെ ഉള്ളവരെ എംപവർ ചെയ്യാൻ പറ്റിയൊരു കാരണം അവർക്കും ഒരു തീർച്ചയായും ചെയ്യാൻ പറ്റുന്നുള്ളൊരു അവസരം. ബാഗൊക്കെ കണ്ടപ്പോണ്ടല്ലോ ഹാൻഡ് വർക്കാണ് അടിപൊളി. ഹാൻഡ് വർക്ക് ഓരോരോ സ്റ്റേറ്റിൽ നിന്നും കാണേണ്ട ഓരോ വർക്കുകൾ കാണണം. സൂപ്പറായിട്ടുണ്ട്. ഇവരെ കഴിവുള്ള ആളുകളാണല്ലോ. അപ്പോൾ ഇവരെ പ്രോത്സാഹിപ്പിക്കുക. അവരും നമ്മളും ഈ ജനങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു അംഗമാണെന്ന് നമുക്ക് തോന്നുന്നവരല്ലേ? കൂട്ടിപ്പിടിച്ച് എംപവർ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ये मेला के लिए आप लोग खुला हुआ ना जी? सब लोग इधर आएगा. ये मसाजिंग है? मसाज, मसाज और शोल्डर मसाज, हेड मसाज, 20 मिनट सेशन, 200 മെഷീൻസ്. ഇവരൊക്കെ മസാജ് ചെയ്യുന്ന തെറാപ്പിസ്റ്റുകളാണ്. കാഴ്ച ഇല്ല. നാം ക്യാ? मेरा नाम शुभ नाम सज्जन कुमार. അപ്പോൾ മസാജിങ് ചെയ്യുന്നതാണ്. റിലാക്സേഷന് വേണ്ടിയിട്ടുള്ള മസാജിങ് ചെയ്യുന്നതാണ്. ഇങ്ങനെ ഹരിയാനയിൽ നിന്നും പല സ്റ്റേറ്റുകളിൽ നിന്നും വരുന്ന ഓരോരോ കൗണ്ടറുകളാണ്. ഈ കൗണ്ടറിലുള്ള ആളുകളൊക്കെ ഏകദേശം അതുപോലത്തെ ഉള്ള ആളുകളുടെ ഐറ്റംസ്. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഡിസബിളായ ആളുകൾ അവർക്ക് ഒരു കൈത്തൊഴിലുണ്ടാവുമല്ലോ. ആ ഒരു കരകൗശല കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു സ്റ്റാളായിട്ട് ഉപയോഗപ്പെടുത്തി അവർക്കൊരു മേള ഉണ്ടാക്കുക എന്നുള്ളത് അല്ലേ?
വളരെ അവർക്കൊരു വലിയൊരു ആവേശമാണല്ലോ. സന്തോഷമാണ്. ഓക്കെ ഓക്കെ. ഹായ്. ये खुद आप लोग बनाता है? अच्छा. ഇങ്ങനെയുള്ള ആളുകൾ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും അവരുടെ കരകൗശല സംഗതികൾ അവർ സ്വന്തം ഉണ്ടാക്കി അവർ വിൽക്കുന്ന, സ്വയം പര്യാപ്തത നേടുന്നവർ, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നൊരു മേളയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായെങ്കിൽ എന്താ അറിയോ, നമ്മളെ ഡിസേബിൾ ആയ ആൾക്കാരില്ലേ, കണ്ടില്ലാത്ത ആൾക്കാരില്ലേ, അവർ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. അവർ ഉണ്ടാക്കി അവർ തന്നെ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മേള ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ചു. അത് ഇന്ത്യ ഗേറ്റിന്റെ അടുത്ത് നല്ല ഡൽഹിയിലെ ഏറ്റവും നല്ല സ്ഥലത്ത് വെച്ചു അവർക്കൊരു പ്രോത്സാഹനം കൊടുക്കുകയാണ് ഗവൺമെന്റ്. നല്ലൊരു പരിപാടിയല്ലേ ചേട്ടാ? ഇല്ല, എന്ത് രസം മനോഹരമായിട്ട് ഉണ്ടാക്കിയില്ല. ये कहाँ से आप आया? दिल्ली से ही है. अच्छा अच्छा. ये आप खुद बनाता है? ये कितना है वाले का? 2000. നമ്മുടെ ഇന്ത്യ ഗേറ്റിലാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. ഈ ഇന്ത്യ ഗേറ്റിൻ്റെ ഈ ഭാഗത്ത് നിന്നും രാഷ്ട്രഭവനാണ്. നേരെ പോയി കഴിഞ്ഞാൽ രാഷ്ട്രപതി ഭവനാണ്, പാർലമെൻറ്റ് ഒക്കെ അവിടെ കിടക്കുന്നത്. അതെ അതെ അതെ. ഈ റോഡ് ഇവിടെ ബ്ലോക്കാക്കി നേരെ ആ കിലോമീറ്റർ കണക്കിന് നീളത്തിലാണ് ഇവിടെ നമ്മുടെ പരേഡ് നടക്കുന്ന സ്ഥലം. ഇന്ന് തിരക്ക് കമ്മിയാണ്. നമ്മുടെ ഇന്ത്യ ഗേറ്റിൽ ഒരു പേര് എഴുതിയത് നമ്മൾ കാണാൻ ശരിക്കും. സുലൈമാൻ ഖാൻ, മുഹമ്മദ് അലി ഖാൻ. ഇവിടെ വന്ന് പേരുകൾ വായിച്ചു കഴിഞ്ഞാലേ ജാവേദ്, അങ്ങനെ ഒരുപാട് പേരുകൾ വന്നത് ഇന്ത്യക്ക് വേണ്ടി പൊരുതി ഷഹീദായ ആളുകളുടെ പേരാണ് ഈ ഇന്ത്യ ഗേറ്റിൽ എഴുതിയിരിക്കുന്നത്. सारे जहान से अच्छा हिंदुस्ता हमारा हमारा, हम बुलबुले गए इसकी, हिंदुस्ता हमारा हमारा, सारे जहान से अच्छा. അടുത്ത വീഡിയോയുമായി വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ. അസ്സലാമു അലൈക്കും.